രാവിലെ എന്തെളുപ്പം പുട്ടുകണയില്ലാതെ ഉണ്ടാക്കുന്ന ചോളം പുട്ട് വളരെ ടേസ്റ്റിയാണ്. കറിയൊന്നും വേണമെന്നില്ല, വെറുതെ കഴിക്കാം. ഒരു കട്ടൻ ചായ മാത്രം മതി ഇത് കഴിക്കാനായിട്ട്. ഈ ചോളം പുട്ട് കൊണ്ട് തന്നെ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചോളം ഉപ്പുമാവും ഉണ്ടാക്കാം. അപ്പോൾ ഏത് വേണമെങ്കിലും നമുക്ക് രാവിലെ കഴിക്കാം. രണ്ടും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. 1 കപ്പ് ചോളം പുട്ടുപൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കൂടുതൽ ആവശ്യമുള്ളവർ അതനുസരിച്ച് പൊടിയെടുക്കുക. കോൺ പുട്ടുപൊടി അല്ലെങ്കിൽ ചോളം പുട്ടുപൊടി ആണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ചെറിയ തരിയോട് കൂടിയതായിരിക്കും ഇത്. ഈ 1 കപ്പ് ചോളം പുട്ടുപൊടി നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. പുട്ടിന് ആവശ്യമായ ഉപ്പും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് പുട്ടുപൊടിയുടെ മാവിൻ്റെ അളവിലൊന്ന് നനച്ചെടുക്കാം. കുറേശ്ശെ വെള്ളം ചേർത്ത് പുട്ടുപൊടി നനക്കുന്ന പാകത്തിലൊന്ന് നനച്ചെടുക്കാം. അരിപ്പൊടിയും ഗോതമ്പൊടിയും പോലെയല്ല, ഈ ചോളം പൊടി കുറച്ച് കൂടുതൽ വെള്ളം കുടിക്കുന്ന രീതിയിലുള്ളതാണ്. അപ്പോൾ പെട്ടെന്ന് ഡ്രൈ ആയി പോവും. അതുകൊണ്ട് ആദ്യം കുറച്ച് കൂടുതൽ നനവിൽ നനച്ചെടുത്തതിന് ശേഷം മൂടി വെച്ച് നമുക്കൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാം. അതിനുശേഷം തുറന്നിട്ട് നമുക്ക് വീണ്ടും ഒന്ന് നനച്ചു കൊടുക്കണം. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ പൊടി ഒന്നുകൂടി ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് ഒന്നുകൂടി നനച്ചെടുക്കാം. 2 ടീസ്പൂൺ വെള്ളമാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. എന്നിട്ട് ഒന്നുകൂടി നനച്ചെടുക്കാം. നനവ് പാകമായോന്ന് നോക്കാൻ നമുക്കിതൊന്ന് പിടിച്ച് നോക്കണം. അപ്പോൾ ഇത് ഉതിർന്ന് പോയില്ലെങ്കിൽ പാകത്തിനായിട്ടുണ്ടാവും. ഇത് പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സ്റ്റീമറിൽ വെള്ളം തിളപ്പിച്ചതിലേക്ക് ഒരു പാത്രം വെച്ച് കൊടുക്കാം. ഞാനിവിടെ ഒരു പാനാണ് സ്റ്റീമറായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് വേവിക്കാനുള്ള പാത്രം വെച്ച് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഇപ്പോൾ നനച്ച് വെച്ചിരിക്കുന്ന പുട്ടുപൊടി ഇതിലേക്ക് വിതറിയിട്ട് കൊടുക്കാം. കടയില്ലാതെ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഇതുപോലെ ആവിയിൽ വേവിച്ചെടുക്കുന്നത് കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ എളുപ്പമാകും. നമുക്ക് കണയിൽ വേവിച്ച് കുത്തി അതൊന്നും നോക്കണ്ട, കണ കഴുകണ്ട. നമുക്ക് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പമാണ്. അപ്പോൾ നനച്ച പുട്ടുപൊടി ഞാൻ ഇതിലേക്ക് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ച് നമുക്കൊരു 8 മിനിറ്റ് ഒന്ന് ചൂടാക്കാം. നന്നായിട്ടൊന്ന് ആവി വരട്ടെ. 8 മിനിറ്റ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. 8 മിനിറ്റിന് ശേഷം ഇതൊന്ന് തുറന്ന് ഒരു സ്പൂണോ അല്ലെങ്കിൽ ഫോർക്കോ കൊണ്ട് ഒന്ന് ഇതുപോലെ ചിക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ വേകാത്ത പൊടികളും നമുക്ക് ഇതുപോലെ ചിക്കിയിട്ട് കൊടുത്താൽ വേവിച്ചെടുക്കാൻ പറ്റും. വീണ്ടും നമ്മളിത് മൂടി വെച്ചിട്ട് ഒരു 8 മിനിറ്റും കൂടി വേവിക്കാം. നന്നായിട്ട് ഇതുപോലെ ചിക്കിയിട്ട് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ വീണ്ടും മൂടി വെച്ച് വേവിക്കുന്നത്. ഇതെല്ലാം നന്നായിട്ട് ചിക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ച് ഒരു 8 മിനിറ്റും കൂടി വേവിക്കാം. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള തേങ്ങ ഒന്ന് റെഡിയാക്കി എടുക്കാം. തേങ്ങയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂൺ തേങ്ങ എടുക്കുന്നുണ്ട്. കൂടുതൽ വേണ്ടവർ അതനുസരിച്ച് ചേർക്കാം. ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ പഞ്ചസാരയോ അല്പം ഉപ്പോ ചേർക്കാം കേട്ടോ. തേങ്ങയിലേക്ക് പഞ്ചസാര ചേർക്കണമെന്ന് ആഗ്രഹമുള്ളവർ ചേർക്കാം. ഞാനൊരു തരി ഉപ്പ് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കൈകൊണ്ട് കുഴച്ചെടുക്കാം. ഇതിലേക്ക് വേണമെങ്കിൽ 1 ടീസ്പൂൺ വെള്ളവും കൂടി ചേർത്തിട്ട് കുഴച്ചെടുക്കാം. അത് തേങ്ങ ഡ്രൈ ആയിട്ടുള്ളതാണെങ്കിൽ അല്പം വെള്ളം ചേർത്തിട്ട് ഇങ്ങനെ തിരുമിയെടുത്താൽ തേങ്ങാപ്പാലൊക്കെ ഒന്ന് പുറത്തേക്ക് വരും. നല്ല സോഫ്റ്റ് ആകുകയും ചെയ്യും. ഇപ്പോൾ 8 മിനിറ്റും കൂടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 16 മിനിറ്റ് ആയിട്ടുണ്ട് ഇത് വേവിക്കാൻ വെച്ചിട്ട്. ഇപ്പോൾ ഈ പുട്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അല്ലെങ്കിൽ അല്പം നമ്മളിത് വായിൽ വെച്ച് കഴിച്ച് നോക്കുകയാണെങ്കിൽ പച്ചപ്പ് തോന്നുന്നില്ലെങ്കിൽ നമുക്കിത് എടുക്കാം. അല്ലെങ്കിൽ മൂടി വെച്ച് ഒരു 2 മിനിറ്റും കൂടി വേവിക്കാം. ഇത് പാകമായിട്ടുണ്ട്. നമുക്കിത് തേങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒരുമിച്ചിട്ടിട്ട് മിക്സ് ചെയ്യരുത്. ആദ്യം കുറച്ച് പുട്ട് വേവിച്ചത് ചേർത്തതിന് ശേഷം മിക്സ് ചെയ്യുക. അതിനുശേഷം കുറച്ചുകൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യണം. ഇതുപോലെ എല്ലാം കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ തേങ്ങ എല്ലാം ഒരേപോലെ പുട്ടിൽ മിക്സാകും. ഇപ്പോൾ വേവിച്ച പുട്ടെല്ലാം ഞാൻ ഈ തേങ്ങയിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ പുട്ട് റെഡിയായി.
ഇപ്പോൾ പുട്ടുകണയില്ലാതെ ഉണ്ടാക്കിയ ചോളം പുട്ട് റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ കണക്കിൽ ഉണ്ടാക്കിയാൽ നമുക്കൊരു 3 പേർക്ക് കഴിക്കാൻ പാകത്തിലുണ്ടാകും. ഇതേ രീതിയിൽ നമുക്ക് അരിപ്പൊടി കൊണ്ടും ഗോതമ്പ് പൊടി കൊണ്ടും റവ കൊണ്ടും പുട്ടുണ്ടാക്കാം കേട്ടോ. ഈ പച്ചത്തേങ്ങ മിക്സ് ചെയ്തുണ്ടാക്കുന്ന പുട്ടിനൊരു പ്രത്യേക ടേസ്റ്റാണ്. പുട്ട് ഇഷ്ടമല്ലെങ്കിൽ ഈ പുട്ട് കൊണ്ട് തന്നെ നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാം. അതിനുവേണ്ടി ഒരു കുഴിവെള്ള കടായി ചൂടാക്കി അതിലേക്ക് കുറച്ച് എണ്ണ ചേർക്കാം. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് എണ്ണ വേണമെങ്കിലും ചേർക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ. എണ്ണ ചൂടായി കഴിയുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർത്തൊന്ന് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ 2-3 വറ്റൽമുളക് 2 മുറിച്ചിട്ട് ഇതിലേക്ക് ചേർത്തൊന്ന് ചൂടാക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നല്ല പൊടിയായി അരിഞ്ഞ് ഇഞ്ചിയും പച്ചമുളകും ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഇനി വട്ടത്തിൽ അരിഞ്ഞ ചെറുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു 10-15 ചെറുള്ളി വട്ടത്തിൽ അരിഞ്ഞതാണ്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉള്ളി ചേർത്തുണ്ടാക്കിയാൽ ഉപ്മാവിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഉള്ളിക്ക് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ സവാളയും ചെറുതായി അരിഞ്ഞ് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്യാം. ഉള്ളി നന്നായി മൊരിഞ്ഞ് തുടങ്ങുമ്പോൾ ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പുട്ട് ചേർത്ത് കൊടുക്കാം. നമുക്ക് ആവശ്യമുള്ളത് മാത്രം ചേർത്തിട്ട് ഉപ്മാവ് ഉണ്ടാക്കാം. അല്ലെങ്കിൽ സാധാരണ നമ്മൾ ചോളം പുട്ടുപൊടി നനച്ചതിന് ശേഷം ആവി കയറ്റി എടുത്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ വേവിച്ച ചോളം പൊടി ഉള്ളത് കൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് ഇതിലേക്ക് ചേർക്കുന്നത്. ഉപ്മാവിൽ തേങ്ങ ചേർക്കുന്നവരാണെങ്കിൽ ഈ സമയത്ത് തേങ്ങയും ചേർത്ത് കൊടുക്കാം. ഉപ്മാവ് ഇത്തിരി ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഇതിലേക്ക് ഒന്ന് തളിച്ചു കൊടുക്കാം. ഉപ്മാവിന് അല്പം ഉപ്പ് കൂടുതൽ വേണ്ടതുകൊണ്ട് ആ വെള്ളത്തിലേക്ക് ഞാൻ അല്പം ഉപ്പ് കലക്കിയിട്ടാണ് ഇതിലേക്ക് തളിച്ചു കൊടുത്തത് കേട്ടോ. ഉപ്മാവ് കുറച്ച് നനഞ്ഞ രീതിയിലായിരിക്കണമല്ലോ, അതുകൊണ്ട് വെള്ളം തളിച്ച് നനച്ചതിന് ശേഷം മൂടി വെച്ച് ഒരു 2 മിനിറ്റ് നമുക്ക് ചൂടാക്കാം. 2 മിനിറ്റിന് ശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ തേങ്ങ ചേർത്ത് കൊടുക്കാം. നമ്മൾ പുട്ടിൽ തേങ്ങ ചേർത്തിട്ടുള്ളത് കൊണ്ട് ഞാനിതിലേക്ക് തേങ്ങ ചേർക്കുന്നില്ല. ഉപ്മാവിൽ തേങ്ങ ചേർത്തുണ്ടാക്കുന്നവരാണെങ്കിൽ ഈ സമയത്ത് ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പാൽപ്പൊടിയും ഇതിലേക്ക് 1 ടീസ്പൂണോ അല്ല 2 ടീസ്പൂൺ ചേർത്ത് മിക്സ് ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ 1 കപ്പ് ചോളം പുട്ടുപൊടി കൊണ്ടുള്ള പുട്ടും റെഡിയായി, ഉപ്മാവും റെഡി ആയിട്ടുണ്ട്. രാവിലെ പുട്ട് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് പുട്ട് കഴിക്കാം, അല്ലെങ്കിൽ ഉപ്മാവും കഴിക്കാം. ഇതിന് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട, ചായയുടെ കൂടെ കഴിച്ചാലും മതിയാകും. കറിയുടെ കൂടെ വേണമെങ്കിൽ അങ്ങനെയും കഴിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.